ഹലോ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ തന്നെയാണ് അല്ലെ. എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളെ പഠിത്തത്തിലുള്ള കാര്യം, പഠിത്തമാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ അതിന്റെ ലെവൽ ഒന്ന് വേറെ തന്നെയാണ് അല്ലെ. അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് അല്ലെ. എല്ലാ ആളുകളിലും എല്ലാ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരിലും മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു ഘടകമാണ്, കോൺഫിഡൻസ്. അതിനൊരു 5 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അവരെപ്പോഴും അറിയാത്തതൊക്കെ അറിയാനായിട്ട് ശ്രമിക്കും. എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നമ്മൾ ചോദിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കുമല്ലോ, ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ. ഈ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താണെന്നറിയോ? അവര് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് അവർ റെഡി ആയിരിക്കും. മനസ്സിലായോ? ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പല കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരിക്കും അല്ലെ. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എവിടെ ആയേനെ അല്ലെ. പക്ഷെ നമ്മൾ ചോദിക്കുക. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും എവിടേക്ക് കയറി ചെന്നാലും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരിങ്ങോട്ട് വന്ന് പരിചയപ്പെടും. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും. വളരെ കോൺഫിഡന്റോട് കൂടി, അവർക്ക് അറിയത്തില്ല എങ്കിലും അവർ ആ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവരെ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രസ് വലിയ എന്താ പറയുന്ന വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം അങ്ങനെയല്ല കേട്ടോ. നമ്മളെ ഇടുന്ന വസ്ത്രം നമുക്ക് അനുയോജ്യമായ വസ്ത്രമായിരിക്കണം. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യാനായിട്ട്, ഒരു ഫ്രീഡത്തോടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. അനദർ തിങ് എന്ന് പറയുന്നത്, കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ശരീരത്തെ, അവരുടെ ബോഡിയെ നന്നായിട്ട് കെയർ ചെയ്യും. അവർ സെൽഫ് ലവ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ മൈൻഡും ബോഡിയും ഒരുപാട് റിലേറ്റഡ് ആണ് അല്ലെ. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന ആ ഒരു പവർ, അതുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രധാന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ടേക്കിംഗ് കെയർ ഓഫ് ബോഡി എന്ന് പറയുന്നത് കോൺഫിഡൻസിന്റെ ഒരു പ്രധാന ഘടകം കൂടിയാണ് എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നാളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.